ഇന്ന് ജനുവരി 9, 2026. US ഇന്ത്യ വ്യാപാര കരാർ അന്തിമമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കാത്തതിനാൽ ഇന്ത്യ അവരുടെ സമയപരിധി നഷ്ടപ്പെടുത്തി എന്ന് US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്. ഇതിന്റെ ഫുട്ടേജ് നമുക്ക് കാണാം. Be clear, it's his deal. Yeah. Okay, he's the closer. He does the deal. So I said, you got to have Modi. It's all set up. You have to have Modi call the president. And they were uncomfortable doing it. So Modi didn't call. Wow. So that Friday left. Middle of the next week, we did Indonesia, the Philippines, right? Vietnam. We announced a whole bunch of deals. Malaysia in that period. So we did these whole bunch of deals. So that's like, that staircase. and they were and because we negotiated them and assumed India was going to be done before them, I had negotiated them at a higher rate. So now the problem is the deals came out at a higher rate. Right. And then India calls back and says, oh, okay, we're ready. I said, ready for what? വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഇന്നലെ അമേരിക്ക പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള കപ്പൽ മാരിനീറയിൽ 28 ജീവനക്കാരിൽ 3 ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. 17 പേർ യുക്രൈനിയൻ സിറ്റിസൺസ് ആണ്, 6 പേർ ജോർജിയൻ സിറ്റിസൺസ് ആണ്, 3 പേർ ഇന്ത്യൻ സിറ്റിസൺസും 2 പേർ റഷ്യക്കാരുമാണ്. റഷ്യ തങ്ങളുടെ ഏറ്റവും നൂതനമായ ആയുധങ്ങളിലൊന്നായ ഒറഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിച്ചു. വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് സമീപത്ത് ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്ന് റഷ്യ. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് പ്രധാന നഗരങ്ങളിലും വ്യാഴാഴ്ച പ്രതിഷേധങ്ങൾ ആരംഭിച്ചയുടനെ അധികൃതർ ഇന്റർനെറ്റ്, ടെലിഫോൺ ലൈനുകൾ വിച്ഛേദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളെല്ലാം തന്ത്രിക്ക് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചു. വിജയ് മൂവിയായ ജനനായകൻ റിലീസ് ചെയ്യാൻ അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സെൻസർ ബോർഡ്. മൂവിയുടെ റിലീസ് എപ്പോഴുണ്ടാകുമെന്നതിൽ വ്യക്തതയില്ല ഇപ്പോൾ. പശ്ചിമ ബംഗാളിലെ ED റെയ്ഡിനെതിരെ വൻ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. തൃണമൂൽ MPമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലയാള ഭാഷാ ബിൽ അനുസരിച്ച് കേരളത്തിന്റെ ഏക ഔദ്യോഗിക ഭാഷയായി മലയാളത്തെ സ്വീകരിക്കുക, സർക്കാർ ഭരണം, വിദ്യാഭ്യാസം, ജുഡീഷ്യറി എന്നിവയിലുടനീളം മലയാള ഭാഷ ഉപയോഗിക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിൽ ക്ലാസ് 1 മുതൽ ക്ലാസ് 10 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഫസ്റ്റ് ലാംഗ്വേജ് നിർബന്ധിതമായും മലയാളമായിരിക്കണം. എന്നാൽ ഇത് ഭാഷാ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും കന്നഡ സംസാരിക്കുന്നവരെ ബാധിക്കുമെന്നും കർണാടക പറയുന്നു. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ കന്നഡ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ ഈ ബിൽ ദോഷമായി ബാധിക്കും എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്.